Hello friends, welcome to the channel. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഈ വാച്ചിന്റെ ഒരു നമ്മൾ അൺബോക്സിംഗ് സംഭവം കിട്ടുന്നുണ്ട്. അതായത് Amazfitന്റെ T-Rex2 എന്ന് പറഞ്ഞ വാച്ചിന്റെ ഒരു അൺബോക്സിംഗ് സംഭവമൊക്കെ നമ്മൾ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു 20,000 രൂപയുടെ റേഞ്ചിൽ വരുന്ന ഒരു ബെസ്റ്റ് സ്മാർട്ട് വാച്ച് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് അതിൻ്റെ ഒരു എന്താ പറയുക യൂസേജ് റിവ്യൂ നമ്മൾ പറയാൻ വന്നു. അപ്പോൾ എനിക്ക് ആക്ച്വലി ഞാനിപ്പോൾ ഈ വാച്ചാണ് ഫുൾ കിട്ടുന്നുണ്ട്. എൻ്റെ ഇപ്പോൾ ഞാൻ അതിന് മുമ്പ് നമ്മൾ പ്രൈമറി വാച്ചായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ആപ്പിൾ വാച്ചാണ്. അപ്പോൾ അത് ഈ സാധനത്തിനുള്ളിൽ പെട്ടിയിൽ കൊടുത്ത് നോർമലി എൻ്റെ വാച്ച് ഞാൻ എടുത്തു വയ്ക്കുന്ന ഇതിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പിൾ വാച്ച് വരുന്നത് കണ്ടു. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ട് കുറച്ച് ദിവസമായി. എന്താ വെച്ചാൽ ഇപ്പോൾ ഫുള്ള് ഇപ്പോൾ ഈ സാധനമാണ്. എന്താ വെച്ചാൽ ഇത് ഞാൻ എടുക്കുമ്പോൾ ഇതിൻ്റെ ട്രാക്കിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ സ്ലീപ്പ് ട്രാക്കിംഗ് ഒക്കെ കിഡു എന്ന് പറഞ്ഞാൽ കിഡു, അതുപോലെ തന്നെ സ്ട്രെസ് നമ്മുടെ സ്ട്രെസ് ഇത് ട്രാക്ക് ചെയ്യും. അതൊക്കെ കിഡു സാധനമാണ്. പിന്നെ വൺ ടൈം മെഷർമെൻറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ അൺബോക്സിങ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു വാച്ചാണ്. പിന്നെ ഭയങ്കര കണ്ടാൽ ഭയങ്കര ബൾക്കി ആയിട്ട് തോന്നുമെങ്കിലും തീരെ ലൈറ്റ് വെയിറ്റ് ആണ് സംഭവം. നമുക്ക് അറിയുന്നില്ല. അത്യാവശ്യം പിന്നെ നല്ല സ്മൂത്താണ്. ഇതിൻ്റെ UI സംഭവങ്ങളൊക്കെ ഭയങ്കര സ്മൂത്താണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ്. പിന്നെ നമുക്ക് ഞാനത് ഓൾറെഡി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ അൺബോക്സിംഗ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ അതിൽ ഫുൾ ഫസ്റ്റ് തൊട്ട് തന്നെ ഫുൾ എന്താ പറയുക സെറ്റപ്പ് ചെയ്യുന്നതും എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരുന്നു. അത്യാവശ്യം വലിയ വീഡിയോ തന്നെയായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും ഇതിൽ കാണിച്ചിരുന്നില്ല. പക്ഷേ നിങ്ങളൊരു എന്തായാലും ഞാനൊരു റെക്കമെൻഡ് ചെയ്യുന്ന സംഭവമാണ്. നിങ്ങളൊരു 20,000 ഒരു സ്മാർട്ട് വാച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം നോക്കാൻ മറക്കണ്ട. എന്ന് വെച്ചാൽ ഇത് മൾട്ടിപ്പിൾ കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇത് ഗ്രീൻ കളറിലാണ്, ഇത് ബ്ലാക്ക് ഉണ്ട്, ബ്ലാക്ക് ഗോൾഡ് ഉണ്ട്, ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല എന്താ പറയുക റഗഡ് സ്മാർട്ട് വാച്ച് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഹാർഡായിട്ട് തന്നെ ഉപയോഗിക്കാം. നമ്മുടെ G-Shock ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാം. സഫയറിൻ്റെ ഗ്ലാസ്സാണ് വരുന്നത്. സ്ക്രാച്ച് ഒന്നും വരില്ല. എൻ്റെ ഒരു ദിവസം നമ്മുടെ സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് വീണു. പക്ഷേ ഒരു സ്ക്രാച്ചോ ഒന്നുമില്ല. ഈ ബോഡി ഫുൾ സിലിക്കോണാണ്, ഇവിടെ ഫുൾ ഗ്ലാസ് ആണ്. ഇവിടെ നമുക്ക് ചെറുതായിട്ട് മെറ്റൽ സംഭവങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ സംഭവങ്ങളൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. നമുക്ക് വോയിസ് കോൾ എടുക്കാൻ പറ്റില്ല എന്നുള്ള കുഴപ്പം മാത്രമേ ഇതിലുള്ളൂ കേട്ടോ. അത് മാത്രമേ എനിക്ക് കോണായിട്ട് തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം കിടു എന്ന് പറഞ്ഞാൽ കിടു. പ്രത്യേകിച്ച് ഇതിൻ്റെ എന്താ പറയുക എക്സസൈസ് ട്രാക്കിങ്, അതുപോലെ തന്നെ ബ്ലഡ് ഓക്സിജൻ ലെവലിൻ്റെ ട്രാക്കിങ്, സ്ലീപ്പ് ട്രാക്കിങ് ഞാൻ റെഗുലറായിട്ട് നോക്കാറുണ്ട്. അപ്പോൾ ഇതിൽ അവർ സ്ലീപ്പ് ട്രാക്കിങ് നോക്കിയിട്ട് നമ്മുടെ ഫോണിലേക്ക് ഒരു സ്കോറും കാര്യങ്ങളൊക്കെ തരും. അത് അവരുടെ ആപ്പും എനിക്ക് ഇഷ്ടപ്പെട്ടു. 𝐵 വരുന്ന ഒരു പുതിയ അവരുടെ ഒരു വോയിസിൽ വർക്ക് ചെയ്യുന്ന ഒരു വാച്ചാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സ്മൂത്താണ്, നല്ല ക്ലിയർ സ്മൂത്താണ്. ഞാൻ അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ എടുത്ത് കാണിച്ചത്. അതിൻ്റെ ആപ്പിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫോണോടെ പോയി ഫോൺ അവിടെയാണ്. അപ്പോൾ ഇതിൽ ഫോണിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ ഇവിടെ കാണാം കേട്ടോ. ഇതിൻ്റെ ആപ്പിൻ്റെ പേര് 𝗧 എന്നാണ്. എല്ലാ Amazfitൻ്റെയും ആപ്പിൻ്റെ പേര് 𝗧 തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ ഒരു ഇപ്പോൾ ഞാൻ തൽക്കാലം കണക്ട് ചെയ്തത്. ഞാനൊന്ന് ബ്ലൂടൂത്ത് ഓണായി ഓട്ടോമാറ്റിക് കണ്ടേക്കോളും കണ്ടു. ഇതാണ് അവരുടെ ആപ്പ് വരുന്നത്. അപ്പോൾ ഇതിൽ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ സ്റ്റെപ്സ്, അതുപോലെ തന്നെ സ്ലീപ്പ് സ്കോർ, ആ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടെ ക്ലിയർ ആവുന്നുണ്ടായിരിക്കും. സ്ലീപ്പ് സ്കോർ കണ്ടു. സ്ലീപ്പ് സ്കോറിങ് 73 ശരിക്കും 80ൻ്റെ മുകളിൽ വേണം. അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ്, PA ഇതൊക്കെ കറക്റ്റായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക എക്സസൈസിൻ്റെ, വാക്കിങ്ങിൻ്റെ, റണ്ണിങ്ങിൻ്റെ ഈ സംഭവങ്ങൾ ഫുള്ള് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇവർ ഭയങ്കരമായിട്ട് ട്രാക്ക് ചെയ്യുന്ന സംഭവമാണ് നമ്മുടെ സ്ലീപ്പ് ഉണ്ട്. നമ്മുടെ സ്ലീപ്പ് ട്രാക്ക് ചെയ്യുന്ന ഒരു എക്സ്ട്രാ ഒരു സംഭവം അടക്കമുണ്ട്, എക്സ്ട്രാ മെനു അടക്കമുണ്ട് ഇതിന്. അത് നമ്മുടെ ഡീപ്പ് സ്ലീപ്പ്, നമ്മൾ എത്ര വട്ടം അവേക്കായി, അതൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇത് കാണിക്കുന്നുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോഴുള്ള ബ്രീത്തിങ് ക്വാളിറ്റി, അതുപോലെ തന്നെ നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ്, ഹാർട്ട് റേറ്റ്, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ ഉണ്ടോ. അതൊക്കെ കിഡുമായിട്ട് സാധനം ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ആപ്പിൾ വാച്ചിനായിട്ട് സൂപ്പറായിട്ട് ഈ സാധനം ഹെൽത്തിൻ്റെ ആക്ടിവിറ്റി സൂപ്പറായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ആപ്പ് ഡയറക്റ്റ് നമ്മുടെ ആപ്പിളിൻ്റെ എന്താ പറയുക ഹെൽത്ത് ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് ഡയറക്റ്റ് ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആപ്പിൾ വാച്ച് ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യുന്നത് നമുക്ക് ഇതിൽ ആക്ച്വലി കാണാൻ പറ്റും. അങ്ങനെ ഒരു ലിങ്ക് സപ്പോർട്ട് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ചില ആപ്പിന് മാത്രമേ വരാറുള്ളൂ. അപ്പോൾ അതും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വർക്കൗട്ടിന് പ്രൊഫൈലിൽ നമുക്ക് സുഖമായിട്ട് ഈസി ആയിട്ട് സെറ്റപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ആപ്പിൾ വാച്ചിൻ്റെ ID ഉണ്ടെങ്കിൽ സുഖമായിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ അത് മിക്ക എല്ലാത്തിലും പറ്റുന്നതാണ്. എന്നാലും ഞാൻ എടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്തായാലും ഞാൻ എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. ഇതിന് ശരിക്കും ബൈയിങ് പ്രൈസ് വരുന്നത് 15,999 തോന്നുന്നുണ്ട്. ഓൾമോസ്റ്റ് 16,000 ഈ സാധനം വേർത്താണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ഞാൻ ആദ്യം വാങ്ങിച്ച് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ G-Shock വാങ്ങിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നോക്കിയാണ് ആമസോണിൽ ഫുൾ തപ്പീനായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ കുറേ കാലമായി നമ്മുടെ സ്മാർട്ട് വാച്ച് ആപ്പിൾ വാച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു.
അപ്പോൾ ഒരു ഇടയ്ക്ക് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ഇടയ്ക്ക് അത് ചാർജ് ചെയ്യാൻ അത്യാവശ്യം ടൈം എടുക്കും. ഫാസ്റ്റ് ചാർജിങ് ഉണ്ടെങ്കിൽ അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട് ചാർജ് ആവാൻ. അതുപോലെ തന്നെ നമുക്ക് ബാക്കപ്പ് കുറവാണ്, ഒന്നര ദിവസം 2 ദിവസമൊക്കെ മാക്സിമം കിട്ടുള്ളൂ. അപ്പോൾ ചില സമയത്ത് ഞാൻ ചാർജ് ചെയ്യാൻ മറക്കുന്ന ടൈമിൽ പണി കിട്ടും, അപ്പോൾ നമുക്ക് വാച്ച് ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡറി വാച്ച് നോക്കിയത്. എൻ്റെ സാംസങ്ങിൻ്റെ വാച്ചും സംഭവമൊക്കെ ഉണ്ട്, പക്ഷേ സാംസങ്ങിൻ്റെ വാച്ച് നമ്മുടെ ഐഫോണിൽ സപ്പോർട്ടില്ല. അപ്പോൾ അത് ചുമ്മാ വെച്ചൊക്കെയാണ് സാംസങ് ഗാലക്സിയുടെ. അപ്പോൾ വേറൊരു ആപ്പിൾ സപ്പോർട്ടുള്ള ഒരു വാച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ ഫയർ ബോൾട്ട് സംഭവം നോക്കാറില്ല, ഇതൊക്കെ കൂതറ ചൈനീസ് സാധനങ്ങളാണ്, പ്രത്യേകിച്ച് ഫയർ ബോൾട്ട്. ഞാൻ തീരെ പ്രമോട്ട് ചെയ്യാത്ത സംഭവമാണ്, പിന്നെയും ഭേദം ബോട്ടാണ്. അപ്പോൾ പിന്നെ അത് അതിൻ്റെ എന്താ പറയുക, ഈ ഹെൽത്ത് ട്രാക്കിംഗ് സംഭവമൊക്കെ ചുമ്മാ ഫേക്കാണ്. എന്ന് വെച്ചാൽ 3000 രൂപയ്ക്കൊന്നും ഈ ഇഡിയോട്ട് സെൻസറൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒരു സ്മാർട്ട് ബാൻഡിൻ്റെ ഒരു വലിയ പതിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, സ്മാർട്ട് വാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ലുക്കിന് വേണ്ടി മാത്രം കെട്ടുന്ന ഒരു വാച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ ഫയർ ബോൾട്ട് ബോട്ടിൻ്റെ ഒരു 4000-3000 രൂപ റേഞ്ചിലൊക്കെ വരുന്നൊരു വാച്ച്. അത്യാവശ്യം നിങ്ങൾ 3000 രൂപ അബോവ് പോകുന്നുണ്ടെങ്കിൽ Amazfitൻ്റെ വാച്ചെങ്കിലും വാങ്ങിച്ച് ഉപയോഗിക്കാൻ നോക്കണം. എന്താ വെച്ചാൽ Amazfitൻ്റെ സെൻസർ ക്വാളിറ്റി സംഭവങ്ങളൊക്കെ കിടുമായിരിക്കും, നല്ല സൂപ്പർ ക്വാളിറ്റി സാധനങ്ങൾ അവർ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ വേർത്ത് നിങ്ങൾക്ക് കിട്ടും. ഒരു 3000-4000 അബോവൊക്കെ നമുക്ക് ഇപ്പോൾ Amazfitൻ്റെ സ്റ്റാർട്ടിംഗ് മോഡലൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യില്ല ഫയർ ബോൾട്ടൊക്കെ വാങ്ങിക്കാൻ. ചുമ്മാ അവർ സ്റ്റാറുകളെയും കാര്യങ്ങളൊക്കെ വെച്ച് അവരുടെ മാർക്കറ്റ് ചെയ്തിട്ട് ഒരു R&D സംഭവം ഇല്ല, ലോക്കൽ സാധനം ചൈനീസിന് വരുത്തിയിട്ട് റീബ്രാൻഡ് ചെയ്ത് ഇറക്കുന്നതാണ്. അപ്പോൾ ആ സാധനമൊക്കെ വാങ്ങിച്ച് ചുമ്മാ കാഴ്ചകളുണ്ട്. പിന്നെ നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 2000 റേഞ്ചൊക്കെയാണെങ്കിൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെയും വേറെ നിങ്ങൾ ബോട്ടോ നോയ്സൊക്കെ നോക്കുമായിരിക്കും. ഫയർ ബോളിനെ തിരിച്ച് ഫുൾ അവോയ്ഡ് ചെയ്യായിരിക്കും നല്ലത് കേട്ടോ. എന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും ക്വാളിറ്റി തല്ലിപ്പൊളി ചൈനീസ് സാധനങ്ങൾ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ലോക്കൽ സാധനം ചൈനീസ് എടുത്തിട്ടാണ് അവർ വിൽക്കുന്നത്. എന്ന് വെച്ചാൽ അമ്മാരി ലാഭമാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ അവരെ നോക്കി, അവരുടെ സൈറ്റ് നോക്കിയാൽ തന്നെ അറിയാം, നിറച്ച് ഓരോ വാച്ചുകളാണ്. എന്ന് വെച്ചാൽ ഈ സെയിം വാച്ചുകൾ നിങ്ങൾക്ക് നമ്മുടെ ചൈനീസ് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടും, ബ്രാൻഡൊന്നും ഇല്ലാത്ത. എന്ന് വെച്ചാൽ അത്രയധികം ലോക്കൽ സാധനങ്ങൾ ഇറക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് കുറേ ഈ ഫയർ ബോൾട്ടിൻ്റെ കാര്യം കുറേ ഫേമസ് യൂട്യൂബേഴ്സൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാനെടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞ AMOLED എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സാധനം AMOLED ഒന്നുമല്ല അവരുടെ. ശരിക്കും നമുക്ക് അതിൻ്റെ പിക്സൽസ് അറേഞ്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് AMOLED ഡിസ്പ്ലേ ആണോ LCD ഡിസ്പ്ലേ ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതൊക്കെ ശരിക്കും മെയിൻ യൂട്യൂബേഴ്സൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊക്കെ പച്ചയ്ക്ക് നമ്മുടെ വീഡിയോസ് ചുമ്മാ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ കിട്ടുമല്ലോ. എന്ന് വെച്ചാൽ അതുകൊണ്ട് ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യാത്തൊരു സംഭവമാണ്. നിങ്ങളൊരു മിക്കതും ഒരു 3000-4000 അബോവൊക്കെ നിങ്ങൾ ഈ സ്മാർട്ട് വാച്ചിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സാധനത്തിലേക്കും പോരുതിട്ടാ. നല്ല ഒരു ബ്രാൻഡ് ക്വാളിറ്റി സാധനം വാങ്ങിച്ച് ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു ക്വിക്ക് റിവ്യൂ എന്നൊക്കെ പറയാം, ഹോണസ്റ്റ് റിവ്യൂ എന്നൊക്കെ പറയാം. നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്ന ഒരു 1 വീക്ക് 2 വീക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ എന്താണ് എനിക്ക് സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ ആപ്പിൾ വാച്ച് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല, അത് പറ്റിയെടുത്ത് ചെയ്യുക. അപ്പോൾ ഈ സാധനം കിട്ടിയതിന് ശേഷം ഞാൻ ഉപയോഗിക്കുന്നില്ല. ഒരു ബാക്കപ്പാണ്. ഒരു 10 ദിവസമൊക്കെ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല യൂസ് വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, സ്ലീപ്പ് ടൈമിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അത്യാവശ്യം പുറത്ത് പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കോൾസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതാണ് എനിക്ക് മെയിനായിട്ട് കോൺ തോന്നിയത്. അതൊരു വലിയ കോൺ തന്നെയാണ്. എന്നാലും ബാക്കിയെല്ലാം കിടു സാധനം തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് സ്ലീപ്പ് ട്രാക്കിങ്ങിൻ്റെയാണ്. അതൊരു 1.5 സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതൊരു ജസ്റ്റ് ഒരു എന്താ പറയുക ക്വിക്ക് റിവ്യൂ എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളൊരു 17-16 രൂപയ്ക്കൊക്കെ ഒരു സ്മാർട്ട് വാച്ച് നോക്കുന്നുണ്ടെങ്കിൽ Amazfitൻ്റെ T-Rex നോക്കിയാൽ മതി. T-Rex2 കിടു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ ബെസ്റ്റ് ബൈയിൽ ഞാൻ താഴെ കൊടുക്കാൻ താല്പര്യം ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2ാം ചാനൽ കാണുന്നവരെ കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടെ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും, നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ചെയ്യാം. ബൈ.